ഹലോ, വെക്കേഷൻ തുടങ്ങിയിട്ട് ഇന്ന് 2ാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്ന് തന്നെ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് ട്രിപ്പ് പോകാൻ തുടങ്ങിയിരിക്കുക. ഞങ്ങൾ ഒസാക്കയ്ക്കാണ് ട്രിപ്പ് പോകുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ജാക്സണും നീതുമൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ ആദ്യം പോയി അവരെ പിക്ക് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാവേ. കാര്യം പറഞ്ഞാൽ ഞങ്ങൾ 4 പേര് ഒരു 1 ഡേ ട്രിപ്പായിട്ടാണ് പോകുന്നത്. പക്ഷെ ഞങ്ങളുടെ ലഗേജ് കണ്ടാൽ തോന്നും 1 മാസത്തേക്കുള്ള ട്രിപ്പാണെന്ന്. ഇതെല്ലാം കൂടി എങ്ങനെ ഡിക്കി കയറ്റും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്രോബ്ലം. പിന്നെ ഹേഷു ബേബിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇതിൽ നിന്നൊന്നും ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. ഹേസലിനെ ഉറക്കത്തിൽ നിന്ന് അങ്ങനെ എടുത്തിട്ടാണ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത്. ജാക്സൺ രാവിലെ തീറ്റ തുടങ്ങിയിട്ടുണ്ട്. ഇറങ്ങാലോ, വാ, നീ ഇറങ്ങാലോ, വാ 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 വാ. ഞങ്ങളുടെ ഒസാക്ക ട്രിപ്പ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒസാക്ക കാസിലിൽ നിന്നാണ്. അപ്പം ഞങ്ങൾ കാസിൽ കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ജപ്പാനെ ഇന്നത്തെ ജപ്പാനാക്കാൻ വളരെയേറെ പങ്ക് വഹിച്ചൊരു സ്ഥലമാണ് ഒസാക്ക. ഒരു കാലത്ത് ജപ്പാൻ്റെ ക്യാപിറ്റൽ തന്നെ ഈ ഒസാക്കയായിരുന്നു. അപ്പോൾ ഒസാക്കയിലെ ഈ കാസിൽ എന്ന് പറഞ്ഞാൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഒസാക്ക കാസിൽ കാണുന്നത് നമ്മൾ ആദ്യം ഈ കാസിലിൻ്റെ പാർക്കിൽ കൂടെ കുറേ അധികം നടക്കാനുണ്ട്. ഏകദേശം 100 ഏക്കറിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ചെറി ബ്ലോസത്തിൻ്റെ സമയത്തും പിന്നെ ലീവ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്ന ഓട്ടം സീസണിലൊക്കെ ഈ പാർക്ക് ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ വന്നപ്പോൾ ഇതൊരു വിൻ്റർ സീസണാണ്, ഇലയൊക്കെ കൊഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് എവിടെയൊക്കെയോ നമുക്ക് ഈ ഓട്ടം ലീവ്സ് കുറച്ച് ബാക്കിയുള്ളത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം അതിലെ കാസിൽ എന്ന് പറയുന്നു. അപ്പോൾ കാസിൽ എന്താണെന്ന് അറിയാത്തവർക്ക് അതും കൂടെ പറഞ്ഞു തരാതെ. കാസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കോട്ടകളായിട്ടും കൊട്ടാരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ രാജാക്കന്മാർ താമസിക്കാനും പിന്നെ യുദ്ധങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ ഇതെന്നറിയാവോ? ഈ വെള്ളം ചുറ്റിനും കെട്ടി നിർത്തിയേക്കുന്നത്. ഈ കാസിലിന്ന് ശത്രുക്കൾ വരുമ്പോൾ അവരെ എതിർക്കാനുള്ളൊരു മാർഗം ഇത്. ഈ വെള്ളം, അതെ, നീതിനറിയാം. ഇത് ശത്രുക്കൾ വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് കയറാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ്. ഇത് കുറച്ച് ജീനിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. മുതലക്കുഞ്ഞുങ്ങളെയൊക്കെ ഇടും. അതിന് തിന്നാൻ വേണ്ടിയിട്ടാണ് താറാവിനെ ഉണ്ടാക്കുന്നത്. റോയ്സ് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ തമാശയാണെങ്കിലും ഈ വെള്ളം കെട്ടിയിരിക്കുന്നത് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ സത്യമാണ് കേട്ടോ. പണ്ടുള്ള കൊട്ടാരങ്ങളിലും നമ്മുടെ നാട്ടിലെ കോട്ടകളിലൊക്കെ ഉണ്ടല്ലോ, ആ സെയിം സംഭവം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ വെള്ളം കെട്ടുന്നതിന് മോട്ട് എന്നാണ് പറയുന്നത്. ഒസാക്ക കാസിലിൽ അതുപോലത്തെ 2 സംഭവങ്ങളുണ്ട്. ആദ്യം പുറമേ ഒരെണ്ണമുണ്ട്, പിന്നെ ഉള്ളിലുണ്ട്. ഇതാണ് നമ്മൾ കാത്തിരുന്ന ഒസാക്ക കാസിൽ. പോടണ്ടേ? കാണാവോ? എന്ത് താരാര ഹേസലിന്റെ താരാര. ജപ്പാനിലെ എല്ലാ ടൂറിസ്റ്റ് സ്ഥലത്തെ പോലെയും ഇവിടേക്കും എത്താൻ വേണ്ടി കുറേ അധികം നടക്കാനുണ്ട്. ഇപ്പം ഞങ്ങൾ ഒസാക്ക കാസിൽ എത്താറായി. ജപ്പാനിലെ തന്നെ ഏറ്റവും വലിയ കാസിലുകളിൽ ഒന്നാണ് ഒസാക്ക കാസിൽ. 1583 ഇത് പണി കഴിപ്പിച്ചത്. ടൊയോട്ടോമി ഹിദയോഷി എന്ന ഭരണാധികാരിയാണ് ഈ ഒസാക്ക കാസിൽ നിർമ്മിച്ചത്. ഇത് ശക്തിയുടെയും ആധിപത്യത്തിൻ്റെയും ഒരു പ്രതീകമാണ്.
പലതവണ പല കാരണങ്ങളാൽ ഭൂമികുലുക്കവും യുദ്ധവും തീപിടുത്തവും അങ്ങനെ പല കാരണങ്ങളാൽ ഈ ഒസാക കാസിൽ നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ 1937 ഈ കാണുന്ന രൂപത്തിൽ ഈ ഒസാക കാസിൽ പുനർനിർമ്മിക്കപ്പെട്ടത്. ഞങ്ങൾ ചെന്ന ദിവസം ഇദ്ദേഹത്തിൻ്റെ ഒരു ഷോ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നത്. Everybody say, "Ganbare!" Thank you very much. Ganbare is Japanese me. You can do it. Everybody, okay? I say 3, 2, 1. Everybody, please make some noise, please. Okay? 3, 2, 1. Come on, come on. Thank you. Thank you. Arigato. Thank you. Thank you. സാധാരണ ദിവസം വന്നാൽ നമുക്ക് ഒസാക്ക കാസിലിൻ്റെ അകത്ത് കയറി അതിനുള്ളിലെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ പോയത് ഡിസംബർ 28-29 എങ്ങാണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ന്യൂ ഇയർ ഹോളിഡേയ്സ് ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. ഡിസംബർ 28 മുതൽ ജനുവരി 1 വരെയാണ് ന്യൂ ഇയർ ഹോളിഡേയ്സ്. 2 മുതൽ അത് റീഓപ്പൺ ആവും. 600 രൂപയാണ് എൻട്രി ഫീ. രാവിലെ 9 മണി തൊട്ട് 5 മണി വരെയാണ് നമുക്ക് വിസിറ്റിംഗ് ടൈം ഉള്ളത്. പിന്നെ ഒസാക്ക പോലുള്ള ഫേമസ് ആയ സ്ഥലങ്ങളിൽ ചില പാസുകൾ ലഭിക്കുന്നതാണ്. ഒസാക്ക അമേസിംഗ് പാസ് എന്നൊക്കെ പറഞ്ഞുള്ള പാസുകളുണ്ട്. 2 ദിവസത്തേക്കും 3 ദിവസത്തേക്കും ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫേമസ് ആയിട്ടുള്ള അട്രാക്ഷൻസ് ഈ പാസ് വെച്ചിട്ട് ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. അതുകൂടാതെ ഒസാക്ക മെട്രോ, സിറ്റി ബസ് ഇതിലൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ടൈംസ് കയറാനും പറ്റും. ഈ ഒസാക്ക കാസിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഇതിപ്പോൾ ഒരു 5 നിലയുള്ളൊരു ബിൽഡിംഗ് അല്ലേ? പക്ഷേ അത് 5 നിലയല്ല. പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ അതൊരു 5 നില ബിൽഡിംഗ് ആയിട്ട് തോന്നിക്കുമെങ്കിലും ഉള്ളിലത് 8 നിലയുണ്ട്. അതിൻ്റെ ഒരു ഹിഡൻ ഫീച്ചറായിട്ടാണ് പറയപ്പെടുന്നത്. പിന്നെ ഒസാക്ക കാസിലിൻ്റെ ഉള്ളിൽ കയറിയാൽ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് നമുക്ക് ഒസാക്ക മൊത്തത്തിൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്കതൊക്കെ മിസ്സായി. നിങ്ങൾ പോയി കണ്ടിട്ട് വായേ. അങ്ങനെ ഞങ്ങൾ ഒസാക്ക കാസിൽ കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ശരിയാണല്ലോ. ഒരു കരടി നോക്കട്ടെ, ഇങ്ങോട്ട് മാറി. ഒരു കരടീനെ കാണട്ടെ. കണ്ടോ ഒരു കരടി കിടക്കുന്നേ. കരടി ഉറങ്ങിപ്പോയി. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് നമ്പായ് ഒസാക്ക ഷ്രൈൻ എന്ന് പറഞ്ഞ ഒരു ഷിൻഡോ ഷ്രൈനിലാണ്. ഇതൊരു ഫേമസ് ഡെസ്റ്റിനേഷൻ ഒന്നും അല്ല, പക്ഷെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയ ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ സാധാരണ ഒരു ഒസാക്ക വൈബിനൊക്കെ കുറച്ച് വിപരീതമായിരുന്നു ഇവിടെ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലും കുറവുണ്ടായിരുന്നു, തിരക്കിലും കുറവുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഒരു ശാന്തതയും സമാധാനവും ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ സിംഹത്തിൻ്റെ തലയാണ്. ഈ സിംഹത്തിൻ്റെ തല സിംബലൈസ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഈവിൾ സ്പിരിറ്റിനെയും ബാഡ് ലക്കിനെയൊക്കെ വിഴുങ്ങിയിട്ട് നമുക്ക് വിജയം കൊണ്ടെത്തരും എന്നുള്ളതാണ്. അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനി ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ജപ്പാൻ്റെ ഒരു കാലത്ത് ഏറ്റവും ഉയരം കൂടിയ ഫെറീസ് വീലായ തെമ്പോസൻ ഫെറീസ് വീലാണ്. അതിനു മുമ്പ് ഹേസൽ ബേബിക്ക് ഫുഡും എടുക്കണമല്ലോ. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. നമുക്കിവിടെ നിന്നാൽ ബേ ഒക്കെ കാണുമായിരുന്നു. അതൊക്കെ കാണിച്ച് കുറേ കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഹേസലിന് ഫുഡ് കൊടുക്കുന്നത്. ഇതിലെ കയറണ്ടേ? ഇതിലോ എക്സൈറ്റഡ്?
ആര് നമ്മളെ ഇത് പാക്ക് ചെയ്യുന്ന കൊച്ചു ദിവസം നമ്മൾ നേരത്തെ കയറി ഇനിയും സമയം ഉണ്ടായിരുന്നല്ലേ ആകെ പൊട്ടിയുണ്ടോ നമുക്ക് പോലും തുറക്കാൻ പറ്റില്ലായിരിക്കും ചിരിയാ ചിരി ഇത് കൊച്ചിന് എവിടെയാ നോക്കി താഴേക്ക് നോക്കി ഇതൊക്കെ കാണട്ടെ ഇത് കൂടുതൽ മതി. നോക്കി താഴേക്ക് നോക്കി താഴേക്ക് നോക്കി പക്ഷെ അപ്പുറം ഇതിനകത്താണേ നീയേ നിൽക്കുന്നുള്ളൂ നീയാ താഴെ പോന്നേ അയ്യോ, അയ്യോ. കേറി നിക്കട്ടെ കേറി നിക്കട്ടെ അയ്യോ, അയ്യോ, അയ്യോ. കൊച്ചി അങ്ങോട്ട് നോക്കണ്ട അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് അങ്ങോട്ട് അത് നോക്ക് അത് കണ്ടോ അത് കണ്ടോ അത് കണ്ടോ അത് കണ്ടോ ആ കണ്ടോ പാലം കണ്ടോ പാലം കണ്ടോ ഒരാൾക്ക് 900 റുപ്പീസ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ടിക്കറ്റ് എടുത്തത്. ഇതൊരു 15 മിനിറ്റുള്ള റൈഡാണ്. ഈ ഫെറീസ് വീലിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 112 മീറ്റർ ആണ്. നമുക്കിതിലിരുന്നിട്ട് ഒസാക്ക ബേയും യൂണിവേഴ്സൽ സ്റ്റുഡിയോയും പിന്നെ ക്ലിയർ ഡേ ആണെങ്കിൽ കോബയും ഒക്കെ കാണാൻ പറ്റും. ഒസാക്കയുടെ ഏകദേശം മുഴുവൻ കാഴ്ചകളും നമുക്കിതിൽ കാണാൻ പറ്റുമേ. ഒസാക്കയുടെ ഒരു 360 വ്യൂ തരുന്ന ഈ ഫെറീസ് വീല് രാത്രി കാണാൻ കുറച്ചും കൂടെ ഭംഗിയുള്ളതായിട്ട് തോന്നുന്നുണ്ട്. പകലും കാണാൻ പറ്റും, പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഈ നൈറ്റ് വ്യൂ ആണ്. ഈ ഫെറീസ് വീലിൽ കുറേ ക്യാബിൻസ് ഉണ്ട്, പക്ഷെ അതിൽ 4 ക്യാബിൻ മാത്രം സീ ത്രൂ ആണ്. ഞങ്ങൾ അങ്ങനത്തെ സീ ത്രൂവിലാണ് കയറിയത്, പക്ഷെ അതത്ര വേർത്തായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഓപ്ഷൻ എടുക്കാം, പക്ഷെ കുറച്ചധികം ടൈം വെയിറ്റിംഗ് ആണ്. ഈ ഗ്ലാസ് ത്രൂവിൻ്റെ ഗ്ലാസ് ഒക്കെ ചെറുതായിട്ട് മങ്ങിയിട്ടുണ്ടായിരുന്നു. ആരോട് നീ ഇതോ കൊച്ചിച്ചേ കൊച്ചിച്ചേ ഇത് നോക്കി എവിടെയാ നീ പറഞ്ഞ ഇപ്പൊ സച്ചിനിക്കാ പേടി കൊച്ചിച്ചേ കൊച്ചിച്ചേ നീ എവിടെയാ കൊച്ചിച്ചേ എവിടെയാ എവിടെയാ ട്രെയിനാണോ എവിടെയാ എവിടെയാ നീ പറഞ്ഞില്ല, അവരെന്തൊക്കെ ക്ലോസ് ഇട്ട് വെച്ചിട്ടുണ്ട്. നീ എവിടെയാ കൊച്ചിച്ചാ കൊച്ചു അതെന്നാ അത് ഈ ഫെറീസ് വീലിൽ കയറിയതിൽ ഞങ്ങളെക്കാളും എക്സൈറ്റഡ് എന്തുകൊണ്ടും ഹേസൽ തന്നെയായിരുന്നു. 4 ചുറ്റിലും ഗ്ലാസ് ഉള്ള ഈ ക്യാബിനുള്ളിൽ ഇരുന്നിട്ട് അവൾക്ക് ഒസാക്ക മുഴുവൻ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒസാക്ക എന്താണെന്നൊന്നും അവൾക്ക് അറിയത്തില്ലെങ്കിലും ഇത് അവൾക്ക് ശരിക്കും ഒരു മാജിക്കൽ വേൾഡ് തന്നെയായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ അരങ്ങത്തെ അമ്പലത്തിലെ ഉത്സവത്തിന് വരുന്ന ആ ആകാശത്തൊട്ടിൽ കണ്ട് ഞാൻ കൗതുകത്തോടെ നിൽക്കാറുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ എനിക്ക് പേടിയായിരുന്നേ. ഇന്ന് എൻ്റെ നീതുവിൻ്റെ ഫസ്റ്റ് ഫെറീസ് വീൽ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പറയാൻ മറന്നുപോയി, രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഫെറീസ് വീൽ ഉള്ളത്. എത്ര ഫോണിൽ നോക്കുന്നേ എന്താ പരിപാടി? ഇറങ്ങുന്നില്ലേ? വായോ യേശു വായോ, പോവാം, പുറത്ത് പോവാം. അങ്ങനെ ഞങ്ങൾ സ്റ്റേയിലെത്തി. അവിടെ നിന്ന് എല്ലാവരും ഒന്ന് ഫ്രഷായി കുറച്ച് റിലാക്സ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത് ദോത്തംപൂരിയിലേക്ക് പോവുകയാണ്. ഒസാക്കയുടെ ശരിക്കുള്ള വൈബ് കിട്ടണമെങ്കിൽ ദോത്തംപൂരി പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. നൈറ്റ് ലൈഫിൻ്റെ കാര്യത്തിലായാലും സ്ട്രീറ്റ് ഫുഡിൻ്റെ കാര്യത്തിലായാലും ജപ്പാനിലെ തന്നെ ഏറ്റവും മികച്ചൊരു സ്ഥലമാണ് ദോത്തംപൂരി. ഇതാണ് ദോത്തംപൂരി കനാല്. ഈ കനാലിന്റെ ഇരു സൈഡിലായിട്ടാണ് ദോത്തംപൂരി സ്ട്രീറ്റ് ഉള്ളത്. ഇവിടുത്തെ നിയോൺ ലൈറ്റ് ബോർഡ്സും ഈ സ്ട്രീറ്റ് ഫുഡും ഈ നൈറ്റ് ലൈഫ് എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് വേറൊരു വൈബ് തന്നെയാണ് തരുന്നത്.
ഇത് ശരിക്കും ദൊത്തമ്പൂര് സ്ട്രീറ്റ് എത്തിയിട്ടില്ലേ? ഞങ്ങൾ ഈ സമയത്ത് കുറേ വഴിതെറ്റിയൊക്കെയാണ് അവിടെ എത്തുന്നത്. നല്ല രസമുണ്ട്. സിംഗിൾ ഫോട്ടോ എടുക്കുന്ന പോലെ എടുക്കും. ഞാൻ കൂടെ നിൽപ്പുണ്ടെങ്കിൽ എന്നെ റോയ്സിന് എപ്പോഴും സിംഗിൾ ഫോട്ടോ എടുത്തു കൊടുക്കുന്ന കുറച്ച് പിള്ളേരുണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ. മിഥുൻ, കെവിൻ, വിഷ്ണു, നെപ്പസ് ഇവരെയൊക്കെയാണ് ഞങ്ങളിവിടെ പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. റോയ്സിന്റെ ചിരി നല്ല രസമുണ്ടെന്ന്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നമുക്ക് എങ്ങനെയല്ലോ ഈ സമയമായിട്ട് ഞങ്ങൾ ദൊത്തമ്പൂരിയിൽ എത്തിയില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും ശരിക്കും അടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹേസൽ ഉറങ്ങിപ്പോയി. ഹേസലിൻ്റെ അടുത്ത് ജാക്സണും നീതുവും അടുത്തു. അങ്ങനെ ആകെ ടയേർഡായ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ കുറേ വഴിതെറ്റലിന് ശേഷം ഞങ്ങൾ ദൊത്തമ്പൂരിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നിയോൺ ബോർഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഏറ്റവും ഫേമസ് ആയ സ്ഥലം. ഈ റണ്ണിങ് മാൻ്റെ നിയോൺ ലൈറ്റ് ബോർഡ് ജപ്പാനിലെ ഒരു ഫേമസ് ആയ ലാൻഡ്മാർക്കാണ്. ഇതിവിടെ ഒസാക്കയെ സ്ഥിതി ചെയ്യാൻ തുടങ്ങിയിട്ട് 80 വർഷം. രാവിലെ കളി തുടങ്ങിയിട്ടുണ്ട്. എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് ഇറങ്ങ. എവിടെ പോവാ? എടാ പെട്ടെന്ന് കാണാ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ബാഗെല്ലാം കൊണ്ട് വെച്ചിട്ട് വരാം. നിന്റെ ബാഗല്ല, ആയ ബാഗുകള്. ഇത് പെട്ടെന്ന് ഞാൻ ബാഗെല്ലാം കൊണ്ട് വെച്ചിട്ട് വരാം. ഇഷ്ടായോ? ഇത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ഞങ്ങൾ അധികം ഡെസ്റ്റിനേഷൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ പെട്ടെന്നൊരു നിറയെ ട്രിപ്പൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തെങ്കിലും അതൊന്നും നടന്നില്ലേ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒമേദ സ്കൈ ബിൽഡിങ്ങിലേക്കാണ്. മഞ്ഞയോ? മഞ്ഞോ? ആ പച്ച. ഹേസലിൻ്റെ ഈ പ്രായത്തിൽ ഓടി നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അതുതന്നെയായിരുന്നു ഞങ്ങൾ ഈ ട്രിപ്പിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ വെല്ലുവിളി. ഹേസലിന് ഓടണം, എന്നാൽ ഞങ്ങൾ ഓടാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റ്. എന്നാലും ഈ ക്രൗഡിനിടയ്ക്ക് എവിടെയെങ്കിലും മിസ്സായി പോവുമോ അല്ലെങ്കിൽ വീണിട്ട് കാലോ കയ്യോ പൊട്ടുവോ. പിന്നെ കാറ്റൊക്കെ ഉള്ള ദിവസമായിരുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾ ഹേസലിനെ അത്യാവശ്യം റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആരോടാ കൂട്ടില്ലാത്ത? വിറ്റാമിൻ ഡിയോടാ? ആണോ? പാപ്പം വേണോ? ഈ ഒമേദ സ്കൈ ബിൽഡിങ്ങിലേക്ക് അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. നിറയെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ലിഫ്റ്റിലാണ് അവർ നമ്മളെ മുകളിലേക്ക് വിടുന്നത്. 35-ാം നിലയിലേക്കാണ് നമ്മൾ പോകേണ്ടത്.
35-ാം നിലയിൽ നമ്മൾ ഇറങ്ങിയതിന് ശേഷം ഈ എസ്കലേറ്റർ വഴിയാണ് മുകളിലേക്ക് പോകുന്നത്. ഈ എസ്കലേറ്റർ ഗ്ലാസ് വെച്ച് കവർ ചെയ്തിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആകാശത്തിൽ കൂടെ പോകുന്ന ഫീലാണ് കിട്ടുന്നത്. ഇവിടെ 2 ടവറാണുള്ളത്. ആ ടവർ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ എസ്കലേറ്റർ വഴിയാണ്. കുറേ എടുത്തല്ലോ. പിന്നെ വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഒരെണ്ണം കൊടുക്കും. ഈ ഉമേദ സ്കൈ ബിൽഡിങ്ങിന് 40 നിലയാണുള്ളത്. 173 മീറ്ററോളം ഹൈറ്റ് നമുക്ക് പോകാനും സാധിക്കും. ഇവിടുത്തെ ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള ഫ്ലോട്ടിംഗ് ഗാർഡൻ ഒബ്സർവേറ്ററി ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയാൽ നമുക്ക് ഒസാക്കയുടെ ഒരു അടിപൊളി വ്യൂ കിട്ടും. ഇത് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും എത്തിയപ്പോഴും പറഞ്ഞതാണ്. പക്ഷെ നൈറ്റ് വ്യൂ ആണ് കൂടുതൽ ഭംഗി. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഞങ്ങൾ കയറിയില്ല കേട്ടോ. ജാക്സൺ ഓൾറെഡി കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും മടുപ്പും മടിയൊക്കെ ആയത് കാരണം ഞങ്ങൾ പോയി. നമ്മൾ ഇന്ത്യക്കാർ എവിടെ പോയാലും ഇന്ത്യൻ ഫുഡ് കിട്ടുമെന്ന് അറിഞ്ഞാൽ അങ്ങോട്ട് ഓടൂലേ. ഞങ്ങളും അങ്ങനെ എറിക് സൗത്ത് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങിയില്ല. എവിടെ പോവാ? ഇതാണിപ്പം നമ്മൾ കയറി ഇറങ്ങിയ ഉമേദ സ്കൈ ബിൽഡിംഗ്. കണ്ടില്ലേ, 2 ടവറൊക്കെ ഉണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിലാണ് ഫ്ലോട്ടിംഗ് ഗാർഡൻ ഉള്ളത്. മൂക്കെല്ലാം ചുവന്ന് തൊപ്പി കാണോ? വേണം. ഇഷ്ടപ്പെട്ടോടി? അടിപൊളിയാണോ? ചിക്കൻ ബിരിയാണി, റൈസ്. ഉറങ്ങുവാ. കുത്തിക്കറ്റിയാ. ഞാനവിടെ കഷ്ടപ്പെട്ട് ഉറക്കിക്കൊണ്ടിരിക്കുന്ന ഹേസല് ഇതാ ഇപ്പോൾ തലപൊക്കി നോക്കുന്നത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ എറിക് സൗത്തിൽ നിന്ന് ബിരിയാണിയും ചോറും ചപ്പാത്തിയും ഒക്കെ കഴിച്ചിട്ട് ഇനി വീട്ടിലേക്ക് മടങ്ങി പോകാനുള്ള പരിപാടിയാണേ. ഫ്രണ്ടിലേക്ക് പോയാ കരയും ഭയങ്കരമായിട്ട്. ഫ്രണ്ടിലേക്ക് വരണ്ട. അങ്ങനെ ഒസാക്ക എന്ന വലിയ നഗരത്തോട് ഞങ്ങൾ യാത്ര പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നാട്ടിലെത്തി. ഇതാ